يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله مولانا العظيم. സ്നേഹം നിറഞ്ഞ ഉടുമ്പന്നൂർ ടൗൺ ജുമാ മസ്ജിദിന്റെ പരിപാലക സമിതി അംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഉടുമ്പന്നൂർ ടൗൺ ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മതപ്രഭാഷണ പരമ്പരയുടെ 2ാമത്തെ ദിവസമാണ്. ഈ വേദിയിൽ നമ്മെ കുളിരണിയിക്കുന്ന രീതിയിൽ പാട്ടും പ്രസംഗവുമായി നമ്മെ സംബോധന ചെയ്യാൻ ബഹുമാന്യനായ യഹ്യ ബാക്കവി പുഴക്കര അവറുകൾ എത്തിയിട്ടുണ്ട്. അതിനു മുന്നോടിയായി 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഉസ്താദ് എത്തുമ്പോൾ വിരമിച്ചു കൊള്ളാം. ഇങ്ങനെ ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ പരിപാലക സമിതി അംഗങ്ങൾ, ഇതിനു വേണ്ട എല്ലാവിധമായ സഹായ സഹകരണങ്ങളും നൽകിയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും എല്ലാവിധമായ ഖൈറും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെ ആമുഖമായി പ്രിയപ്പെട്ട ഹാസിം ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ വിശുദ്ധമായ ഇസ്ലാമിന്റെ കടന്നുവരവും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വ്യാപനവും അതിന്റെ നാൾ വഴികളിലൂടെയുള്ള ചരിത്രങ്ങൾ നാം പഠിക്കുമ്പോൾ ഒരുപാട് ത്യാഗങ്ങളും കഠിനമായ പരീക്ഷണങ്ങളും താണ്ടിയാണ് ഓരോ കാലഘട്ടത്തിലും വിശുദ്ധമായ ഇസ്ലാം കടന്നു വന്നിട്ടുള്ളത്. നാമൊക്കെ മുസ്ലിമുകളാണ്. നമ്മളുടെ മുൻഗാമികളായ സഹാബാക്കളെ പോലെയുള്ള അല്ലെങ്കിൽ ഔലിയാക്കളെ പോലെയുള്ള മുൻഗാമികളായ ആളുകൾ പരിശുദ്ധമായ ദീനിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് പരീക്ഷണങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. 1400 മുമ്പ് അറേബ്യയുടെ മരുഭൂമിയിൽ വെച്ച് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിനൊരു മുന്നറിയിപ്പ് കൊടുക്കുകയുണ്ടായി. നബി തങ്ങൾ പറഞ്ഞു, യുഷികുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ ആകിലതു ഇലാ ഖിസ്അതിഹാ വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദി യാ റസൂലല്ലാഹ് ഖാല ബൽ അൻതും കസീർ വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധമായ ദീനിന്റെ അഖിലുകാർ, പരിശുദ്ധമായ ദീനിന്റെ ചിഹ്നങ്ങൾ ഒരു ഭാഗത്തുകൂടി ശത്രുക്കൾക്കിടയിൽ ഉപദ്രവിക്കപ്പെടുമ്പോ മുസ്ലിമായി നന്നായി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ കാലം കടന്നു പോകുമ്പോ ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് നൽകിയൊരു മുന്നറിയിപ്പുണ്ട്. നബി തങ്ങൾ പറയുകയാണ്, ഈ സമുദായത്തെ ഒരു കാലഘട്ടം കാത്തിരിപ്പുണ്ട്. ഏതാണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത? അൻ തദാഅ അലൈക്കും കമാ തദാഅൽ ആകിലതു ഇലാ ഖിസ്അതിഹാ. വിശന്ന് വലഞ്ഞ് പട്ടിണിയായിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു ഭക്ഷണത്തിന്റെ തളിക കൊണ്ടുവയ്ക്കപ്പെട്ടാൽ ആ ഭക്ഷണത്തിലേക്ക് ജനങ്ങൾ എത്രയോ ആർത്തിയോടെയാണോ 4 ഭാഗത്തു നിന്നും ചാടി വീഴുന്നത്, അതേപോലെ ഈ സമുദായത്തിന്റെ മേൽ ശത്രുക്കൾ ചാടി വീഴുന്ന 4 ഭാഗത്തു നിന്നും ശത്രുക്കൾ ചാടി വീണ് ഈ സമുദായത്തെ ആക്രമിക്കുന്ന ഒരു കാലഘട്ടം ഈ സമുദായം നേരിടാനുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ പാവങ്ങളായ സഹാബത്ത് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ്, അല്ലയോ പ്രവാചകരെ, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ നബിയെ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ബൽ അൻതും കസീർ. ഇല്ല, നിങ്ങൾ അന്ന് എണ്ണത്തിൽ കൂടുതലായിരിക്കും. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ. ഈ സമുദായത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയുമോ?
ഈ സമുദായത്തിൽ പേര് കൊണ്ട് ഒരുപാട് മുസ്ലിമുകൾ ഉണ്ടാകും, കോലം കൊണ്ട് ഒരുപാട് മുസ്ലിമുകൾ ഉണ്ടാകും. അന്നത്തെ മുസ്ലിമിന്റെ അവസ്ഥ മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോകുന്ന ചണ്ടികളെ പോലെ ഒരു വിലയുമില്ലാത്ത മുസ്ലിമുകളായിരിക്കും. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഈ മുസ്ലിമീങ്ങളുടെ മേൽ, ഈ സമുദായത്തിന്റെ മേൽ നാമങ്ങൾ മാത്രം അധികരിക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. പേരുകൊണ്ട് മാത്രം മുസ്ലിമായിരിക്കും. അന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ ഇസ്ലാമികമായ മൂല്യങ്ങൾ ഉണ്ടാവുകയില്ല. ഹറാമുകളുമായി മനുഷ്യൻ ബന്ധപ്പെട്ട് കഴിയും. പേരെന്താണ്? മുസ്ലിമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അന്ന് സമുദായം എണ്ണത്തിൽ ഒരുപാടുണ്ടായിരിക്കും. പക്ഷേ ആ സമുദായത്തിന്റെ പ്രത്യേകത ഒന്നിനും കൊള്ളാത്ത അവസ്ഥയായിരിക്കും. മഴവെള്ളപ്പാച്ചിലൂടെ ഒഴുകി വരുന്ന വേസ്റ്റുകൾ, ചണ്ടികൾ അതാ വെള്ളത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോകും. അതേപോലെ ഈ സമുദായത്തെ കൊണ്ട്, ഈ സമുദായത്തിലെ മുസ്ലിം നാമധാരികളെ കൊണ്ട് സമുദായത്തിന്, പരിശുദ്ധമായ ദീനിന് ഒരു ഗുണവും ഉണ്ടാകാത്ത ഒരു കാലഘട്ടം ഈ സമുദായത്തെ കാത്തിരിക്കാനുണ്ടെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വലയൻസിഅന്നല്ലാഹു മിൻ ഖുലൂബി അദുവികുമുൽ മഹാബത മിൻകും. ശത്രുക്കളിൽ നിന്നും നിങ്ങളെ സംബന്ധിച്ചുള്ള ഭയം അവരുടെ ഹൃദയത്തിൽ നിന്നും അല്ലാഹു എടുത്തു മാറ്റുന്നതാണ്. വലയഖദിഫന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹൻ. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു വഹനിട്ട് തരുന്നതാണ്. സഹാബത്ത് ചോദിച്ചു, വമൽ വഹനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വഹൻ എന്താണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഹൻ എന്ന് പറഞ്ഞാൽ ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. ഈ ഭൗതികമായ ജീവിതത്തിനോട്, ഈ ഭൗതികമായ ലോകത്തോട്, ഈ ഭൗതികമായ അലങ്കാരത്തോട്, അലങ്കാര വസ്തുക്കളോട് ഒരു മനുഷ്യനുള്ള അടങ്ങാത്ത അത്യാർത്തിയാണ് ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. മരണത്തോടുള്ള വെറുപ്പാണ്, മരിക്കാനുള്ള ഭയമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഈ സമുദായത്തിലെ അംഗങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് അവരുടെ ഹൃദയത്തിലേക്ക് ഈ രണ്ട് കാര്യങ്ങൾ കടന്നു വന്നാൽ പിന്നെ ശത്രുക്കൾക്ക് ഈ സമൂഹത്തെ, ഈ സമുദായത്തെ അടിച്ചൊതുക്കാൻ എളുപ്പമായിരിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മുസ്ലിം സമുദായം ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലൂടെയാണ് സമുദായം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിനനുസൃതമായി ഭരണങ്ങൾ മാറി മാറി വരുന്നതിന് അനുസൃതമായി വിശുദ്ധമായ ഇസ്ലാമിനെ, മുസ്ലിമീങ്ങളെ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ വല്ലാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയും മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലൂടെയാണ് ഇന്ന് സമുദായം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമുദായത്തിന്റെ ജീവിതത്തിൽ, മുസ്ലിം സഹോദരങ്ങളുടെ, സഹോദരിമാരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഒന്നാമതായി ഹുബ്ബുദ് ദുനിയ, ദുനിയാവിനോടുള്ള അടങ്ങാത്ത അത്യാർത്തി, ദുനിയാവിനോടുള്ള അടങ്ങാത്ത സ്നേഹം. എങ്ങനെയെങ്കിലും ഈ ഭൗതികമായ ലോകവും അതിന്റെ ചുറ്റുപാടുകളും അതിന്റെ സമ്പാദ്യങ്ങളും ഒക്കെ കൈപ്പിടിയിൽ ഒതുക്കണമെന്നുള്ള ചിന്തയോടുകൂടിയുള്ള മനുഷ്യന്റെ ജീവിതം. രണ്ടാമതായി മരിക്കാനുള്ള വല്ലാത്ത പേടി, വല്ലാത്ത ഭയപ്പാട്. മരിച്ചുപോയാൽ ഖബറിലേക്ക് ചെന്നു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ആ ഖബറിലേക്ക് കൂട്ടായി ഒന്നും കരുതിയിട്ടില്ലല്ലോ. അതുകൊണ്ട് മരിക്കാനുള്ള വല്ലാത്ത ഭയമാണ്. സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രണ്ട് വിഷയത്തിൽ യാതൊരു വിധമായ ഭയപ്പാടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശത്രുവിനെതിരെ ശക്തമായി പോരടിക്കുകയും പ്രതിസന്ധികളെ പരമാവധി ശത്രുക്കളെ പരമാവധി വേണ്ടതുപോലെ ശത്രുക്കൾക്കെതിരെ അടിയുറച്ചു നിൽക്കുകയും ചെയ്തപ്പോ അള്ളാഹു അവർക്ക് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയുണ്ടായി. എന്തായിരുന്നു സഹാബത്തിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത? റോമൻ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ഹിറക്കലിന്റെ ചരിത്രം നമുക്കറിയാം. ഇസ്ലാമികമായ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഹിറക്കലിന്റെ സൈന്യം ഇസ്ലാമിക സൈന്യമായി ഏറ്റുമുട്ടുകയും അതിശക്തന്മാരായ ഹിറക്കലിന്റെ റോമാ സാമ്രാജ്യത്തിന്റെ സൈന്യാധിപർ ഒന്നടങ്കം
രാജാവിന്റെ മുന്നിൽ പരാജയം ഏറ്റുവാങ്ങി രാജാവിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ രാജാവ് ചോദിക്കുകയാണ്, അല്ലയോ സൈന്യമേ, സൈന്യത്തിന്റെ തലവനെ വിളിച്ചുകൊണ്ട്, നിങ്ങൾ യുദ്ധം ചെയ്തത് നിങ്ങളെ പോലുള്ള ഒരു സമുദായവുമായിട്ടായിരുന്നില്ലേ? ഒരു വിഭാഗം മനുഷ്യരുമായിട്ടല്ലേ നിങ്ങൾ യുദ്ധം ചെയ്തത്? അവര് പറഞ്ഞു, തീർച്ചയായും അങ്ങനെ ഒരു സമുദായവുമായിട്ടാണ് ഞങ്ങൾ യുദ്ധം ചെയ്തത്. അവർ ഞങ്ങളെ പോലുള്ള മനുഷ്യരായിരുന്നു. അവർ എണ്ണത്തിൽ നിങ്ങളെക്കാൾ കൂടുതലായിരുന്നോ അതോ കുറവായിരുന്നോ? അവരിൽപ്പെട്ട മിൻ ഉലമാഇഹിം, ഒരു പ്രായമായ ബഹുമാന്യനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങളായിരുന്നു എണ്ണത്തിൽ കൂടുതൽ. പിന്നെന്തേ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചത്? ആ മനുഷ്യൻ പറയുകയാണ്, ഞങ്ങളൊക്കെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ, ഈ വിഭാഗത്തിന്റെ പ്രത്യേകത, ഞങ്ങളൊക്കെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ അവർ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുമായിരുന്നു. ഞങ്ങൾ പകലെല്ലാം ഭക്ഷണം കഴിച്ച് മദ്യപിച്ച് ഇങ്ങനെ ആസ്വദിക്കുമ്പോ അവർ പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുമായിരുന്നു. ഞങ്ങൾ രാത്രി കാലങ്ങളിൽ വനസിനി, ഞങ്ങൾ വ്യഭിചരിക്കുമായിരുന്നു. വനർകബുൽ ഹറാം, ഞങ്ങൾ ഹറാമുകളിൽ മുഴുകുമായിരുന്നു. ഞങ്ങൾ ബന്ധങ്ങൾക്ക് പവിത്രത നൽകിയിരുന്നില്ല. ഞങ്ങൾ പരസ്പരം കോപിക്കുമായിരുന്നു. ഞങ്ങൾ പരസ്പരം തിന്മയെ കൽപ്പിക്കുമായിരുന്നു. ഞങ്ങൾ പരസ്പരം തിന്മയ്ക്ക് കൂട്ടുനിൽക്കുമായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ബന്ധങ്ങൾ മുറിച്ചു കളയുന്ന വിഷയത്തിൽ ഞങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തിയിരുന്നില്ല. എന്നാൽ ഈ സമുദായം ഞങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, ഞങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ അന്യ സ്ത്രീകളുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവർ ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുമായിരുന്നു. പകൽ നോമ്പനുഷ്ഠിക്കുമായിരുന്നു. അവർ പരസ്പരം നന്മ കൽപ്പിക്കുമായിരുന്നു. തിന്മ കണ്ടാൽ അവർ തടയുമായിരുന്നു. അവർ ഹറാമുകളിൽ ബന്ധപ്പെടുമായിരുന്നില്ല. അവർ ബന്ധങ്ങൾക്ക് പവിത്രത നൽകി. അവരുടെ ബന്ധങ്ങൾ അറ്റുപോകാതെ ആ ബന്ധങ്ങളെ ചേർത്ത് നിർത്താൻ അവർ പരമാവധി പരിശ്രമിക്കുന്നത് ഞങ്ങൾ കണ്ടു. രാജാവ് പറയുകയാണ്, കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിൽ തീർച്ചയായും ഈ രാജ്യത്തിന്റെ അധികാരം ആ പറയപ്പെട്ട ഭരണാധികാരികളുടെ കാലിന്റെ ചുവട്ടിലേക്ക്, കാൽ കീഴിലേക്ക് ഈ രാജ്യത്തിന്റെ അധികാരം കടന്നു പോകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നീട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആ രാജ്യം കീഴടക്കുകയും അങ്ങനെ അവിടെ ഇസ്ലാമിന്റെ വെന്നിക്കൊടി പാറിക്കുകയും ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ, കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സഹാബാക്കൾ എങ്ങനെയാണോ ജീവിച്ചത്, ആ ഒരു ജീവിത ശൈലി നമ്മളുടെ ജീവിതത്തിലേക്ക് വരാത്തിടത്തോളം ഒരിക്കലും ശത്രുക്കൾക്കെതിരെ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയില്ല. കാരണം ഇന്ന് മുസ്ലിമീങ്ങൾക്കെതിരെ, ഇസ്ലാമിനെതിരെ ഗൂഢമായ വലിയ വലിയ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലൂടെയാണ് മുസ്ലിം സമുദായം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും NRC പോലെ, CAA പോലെ അങ്ങനെയുള്ള ഒരുപാട് കടമ്പകൾ ഈ സമുദായം പ്രതിരോധിച്ച് നേരിട്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ അവസാനത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും അതിനേക്കാൾ ശക്തമായ നിലയിൽ വളരെ ഗൗരവത്തോടുകൂടി ഈ മുസ്ലിം സമുദായം പരിശുദ്ധമായ ദീനിന് കാവലിരിക്കേണ്ട പ്രത്യേകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ സമുദായം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായ പ്രാസംഗികൻ ഇഹ്യാ ബാക്കവി ഉസ്താദ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കുലൂ തക്ബീർ, കുലൂ തക്ബീർ, കുലൂ തക്ബീർ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ സമുദായം ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ആമുഖമായി പറഞ്ഞതുപോലെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രാരംഭത്തിൽ മുസ്ലിമീങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുകയും അതിനെ വേണ്ടതുപോലെ പ്രതിരോധിക്കുകയും ചെയ്തു. ആ പ്രതിരോധിക്കാനുള്ള ആർജവം അവരുടെ ഈമാനികമായ ശക്തിയായിരുന്നുവെന്ന് ഈ ഹദീസുകളെല്ലാം നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ എല്ലാ കാലഘട്ടങ്ങളിലും ഈ സമുദായത്തിനെതിരെ ശത്രുക്കൾ ശക്തമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഈ അടുത്ത ദിവസങ്ങളിലും ഏതാനും ആഴ്ചകൾക്ക് മുമ്പും പാർലമെന്റിൽ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടൊരു ബില്ല് പാസാക്കാനുള്ള അഗാധമായ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന
അതിന്റെ ഇടയിലാണ് പാർലമെന്റിൽ പ്രതിപക്ഷം ശക്തമായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഗതാർഹം തന്നെയാണ്. എങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ CAA-യും NRC-യും ഒക്കെ വന്നപ്പോ അതിശക്തമായി അതിനെതിരെ പോരാടുകയും നമ്മൾ വേണ്ടതുപോലെ നമ്മുടെ ജീവനും ജീവിതവും അതിനുവേണ്ടി കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്തെങ്കിൽ അതിനേക്കാൾ ശക്തമായ ഈ മുസ്ലിം സമുദായത്തിന്റെ അടിത്തറ തോണ്ടുന്ന NRC-യേക്കാൾ ഗൗരവപരമായ ഒരു ബില്ലാണ് പാർലമെന്റിൽ പാസ്സാക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. അതെങ്ങാനും പാസ്സാക്കി കഴിഞ്ഞാൽ നമ്മളുടെ പള്ളികൾ അധികവും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. കാരണം ഒരുപാട് നൂലാമാലകളാണ് അതിന്റെ പിന്നിലുള്ളത്. അവർ വല്ലാതെ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിച്ചു, ഇസ്ലാമിന്റെ ശിആറുകളെ സംബന്ധിച്ച് പഠിച്ചു. നമ്മളുടെ പള്ളികളെയും നമ്മളുടെ മദ്രസകളെയും ദീനി സ്ഥാപനങ്ങളെയും വഖഫുമായി ബന്ധപ്പെട്ട മുഴുവൻ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും പഠിച്ചു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കപ്പെട്ടാൽ അതിന്റെ വരും വരാഴികളെ സംബന്ധിച്ച് നമ്മൾ പല രീതിയിലും വാർത്താ മാധ്യമങ്ങളിലൂടെയും മീഡിയകളിലൂടെയൊക്കെ ചർച്ച ചെയ്ത് അത് നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിന്റെ ആഘാതം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കിയാൽ നമ്മളുടെ മസ്ജിദുകളിൽ അധികവും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. എത്രത്തോളം പ്രത്യേകമായ ഈ സാഹചര്യത്തിൽ 1000-ൽ-അധികം മസ്ജിദുകൾക്കാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നിയമം പാസ്സാക്കപ്പെട്ടാൽ തീർച്ചയായും ഈ 1000-അല്ല 10,000-കണക്കിന് പള്ളികളും മദ്രസകളും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പരമാവധി വേണ്ടതുപോലെ ആ ഉത്തരവാദിത്തം നിറവേറ്റാത്തിടത്തോളം കാലം, ഈ സമുദായം ഹറാമുകളിൽ അകപ്പെടുത്തിടത്തോളം കാലം ഒരിക്കലും ശത്രുവിനെതിരെ നമുക്ക് വിജയം പ്രാപിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പരമാവധി ജീവിതത്തെ ചിട്ടപ്പെടുത്തി ആത്മീയമായി സംസ്കരിച്ച് ഹറാമുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി ജീവിക്കാൻ നാം പരിശ്രമിക്കുക. പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ.